ഇന്ത്യയിലെ ദേശസൽകൃത പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും NBFCകളും തമ്മിലുള്ള വ്യത്യാസം താരതമ്യങ്ങൾ എന്താണ്? ഇന്ത്യയിലെ ദേശസൽകൃത പൊതുമേഖലാ ബാങ്കുകൾ പബ്ലിക് സെക്ടർ ബാങ്ക്, സ്വകാര്യ ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, NBFC നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്നിവയ്ക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ താരതമ്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഇന്ത്യയിലെ ദേശസൽകൃത പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും NBFCകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഉടമസ്ഥാവകാശമാണ്. ദേശസൽകൃത പൊതുമേഖലാ ബാങ്കുകൾ ഈ ബാങ്കുകൾ പൊതുവെ സ്വകാര്യ മേഖലയിൽ ബാങ്കുകളെ ആരംഭിക്കുന്നു. പക്ഷേ ഒടുവിൽ ഒരു നിയമത്തിലൂടെ സർക്കാർ ഏറ്റെടുക്കുന്നു. ഇവയിൽ വലിയ ഷെയർ സർക്കാരാണ്. ഉദാഹരണങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയതാണ്. സ്വകാര്യ ബാങ്കുകൾ NBFCകൾ പ്രാഥമികമായി വ്യക്തികളുടെയോ സംഘടനകളുടെയോ ഉടമസ്ഥയിലുള്ളതാണ്. ഉദാഹരണം HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, NBFCകൾ LIC, HSL, ക്യാൻ ഫിൻ ഹോംസ്, ടാറ്റ, ആദിത്യ ബിർള തുടങ്ങിയ 21ഓളം പാൻ ഇന്ത്യ പ്രൈവറ്റ് ബാങ്കുകളും 100ഓളം NBFCകളും പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും NBFCകളും തമ്മിലുള്ള താരതമ്യങ്ങൾ ഇതാ. പ്രവർത്തനം: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേറ്ററി പ്രകാരമാണ് പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകളും NBFCകളും പ്രവർത്തിക്കുന്നത്. ഇതുമൂലം കസ്റ്റമർ പരിരക്ഷ ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നു. മാർക്കറ്റ് ഷെയർ: പൊതുവെ പൊതുമേഖലാ ബാങ്കുകൾക്ക് സ്വകാര്യ മേഖലാ ബാങ്കുകളെക്കാൾ NBFCകളെക്കാൾ വലിയ മാർക്കറ്റ് ഷെയർ ഉണ്ട്. പക്ഷേ ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾക്ക് NBFCകൾക്ക് പൊതുമേഖലാ ബാങ്കുകളെക്കാൾ മാർക്കറ്റ് ഷെയർ ഉണ്ട്. പലിശ നിരക്കുകൾ: പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ NBFCകളെക്കാൾ വായ്പയ്ക്ക് അല്പം കുറഞ്ഞ പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ കസ്റ്റമർ സാഹചര്യം അനുസരിച്ച് പലപ്പോഴും സ്വകാര്യ മേഖലാ ബാങ്കുകൾ NBFCകളും പൊതുമേഖലാ ബാങ്കുകളും പലിശ കുറച്ചും വേഗതയിലും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടും സർവീസ് ചെയ്യുന്നു. വികസന സാധ്യത: പൊതുമേഖലാ ബാങ്കുകൾക്ക് സ്വകാര്യ മേഖലാ ബാങ്കുകളെക്കാൾ NBFCകളെക്കാൾ മന്ദഗതിയിലുള്ള വികസന സാധ്യതയുണ്ട്. പാൻ ഇന്ത്യ സ്വകാര്യ മേഖലാ ബാങ്കുകളും NBFCകളുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾ അനുസരിച്ച് വളർച്ചയും പ്രവർത്തനവും ദ്രുതഗതിയിലാണ്. NBFCകൾക്ക് ഒരു ബാങ്ക് ആയിരിക്കും, പക്ഷെ സാധാരണ ബാങ്ക് പ്രവർത്തനങ്ങൾ പോലെയുള്ള ഡെപ്പോസിറ്റ് സ്വീകരിക്കൽ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ നിന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ വിതരണം ചെയ്യൽ ഇവ നടത്താറില്ല, അനുവാദമില്ല. പൊതുമേഖലാ ബാങ്കുകളും സ്റ്റാഫും സ്വകാര്യ മേഖലാ ബാങ്കുകൾ സ്റ്റാഫ് ഡെപ്പോസിറ്റ് ഓർ അതർ സ്കീം ചെയ്യുവാൻ കസ്റ്റമറിന്റെ അടുത്ത് റിക്വസ്റ്റ് നടത്താറുണ്ട്. NBFC പ്രധാന പ്രവർത്തനങ്ങൾ: വായ്പ നൽകുക, ഓട്ടോ ലോണുകൾ, ഹോം പ്രോപ്പർട്ടി ലോണുകൾ എന്നിവ നൽകുക. എല്ലാ സ്ഥാപനങ്ങളും സാമ്പത്തിക വായ്പാ സേവനങ്ങൾ നൽകുന്നു. ഇൻട്രസ്റ്റ് കുറവിൽ എവിടെ ലോൺ ലഭിക്കും, ലാഭത്തിൽ എവിടെ ലോൺ ലഭിക്കും, വിചാരിച്ച പോലെ എവിടെ ലോൺ ലഭിക്കും എന്നതാണ് പ്രാധാന്യം. ബാങ്കുകളും കസ്റ്റമേഴ്സും എല്ലാം പലതരത്തിലാണ്. ഇതെല്ലാം കൺസിഡർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ കൂടുതലായി അറിയാൻ ഞങ്ങളെ ബന്ധപ്പെടുക.